ടൈം ഏകദേശം ഒരു 7 എത്ര മണിയാടാ? കറക്റ്റ് 7 മണിയായി. അതായത് രാത്രി 7 മണി. ഇവിടെ ഇപ്പോഴും വെളിച്ചം പോയിട്ടില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ജമാ മസ്ജിദ് കണ്ട് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ രീതിയിൽ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഷൂവിൻ്റെ റേറ്റൊക്കെ ചോദിച്ചു. അപ്പോൾ നാട്ടിലത്തെ റേറ്റാണ് ഏകദേശം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇന്നെന്തായാലും നമ്മൾ ഒരു 5ഓളം ഡെസ്റ്റിനേഷൻ കാണുന്നുണ്ട്. അതിലൊരു ഡെസ്റ്റിനേഷനാണിത്. ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അച്ഛന്മാരെ, അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനെത്തി. എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീരിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഹസ്രത് ബാൻ എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റും കുറേ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ വെറൈറ്റീസ് ഓഫ് തൊപ്പികളുണ്ട്. നമുക്ക് അതിൻ്റെ റേറ്റൊക്കെ ചോദിക്കാം. എവിടെ എത്ര റേറ്റ് വരും? എടുത്തോ എടാ, എത്രടാ? 400. കുറേ സാധനമുണ്ട്. ഏതിന്? പിന്നെ ഇവിടെ പള്ളിയുടെ അടുത്തായിട്ട് ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പൊട്ടോ അത് ഇതാണ്ടോ? ഇതാണ് ഹസ്രത് ബാൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഗേറ്റ് നമ്പർ 7 അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കറക്റ്റ് എൻട്രി വേറെ സ്ഥലത്ത് ഇവിടെ ആണെന്നുണ്ട്. പിന്നെ കുറേ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ എൻട്രിക്കുള്ളത്. ആണ് പള്ളി. ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്, ഞാൻ നേരത്തെ കാണിച്ച പോലെ. എന്താടാ ഉറപ്പില്ല. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് വലിയ രീതിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ എൻ്റെ പറ്റുന്ന ഓരോന്ന് ഞാൻ കുറേ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ലാൽ ചൗക്കിക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ഇതിന് മുമ്പ് 2 വേറെ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഗൈസ്, അപ്പോൾ നമ്മൾ അൽച്ചൗക്ക് കണ്ടിട്ട് നേരെ ഇപ്പോൾ റൂമിലേക്ക് പോവാണ്. ഇതാരാണ്? കണ്ണാപ്പി. From where you buy this one? Huh? From where you bought this? In pump, we buy in wholesale price. Oh. നാട്ടിലെ പാൽച്ചരക്കടി കളിച്ചു ചോദിച്ചോക്ക്. നാട്ടിൽ എത്ര
നല്ല വിലയുണ്ട്. നല്ല കുങ്കുമമ്മ ഇത് 3 gram. 3 gram. ഗ്രാമിന് 300. 1 ഗ്രാമിന് 300. ഇത് എത്ര ഗ്രാമ? 5 gram. 1500. 1500. Everyone is same. Everyone is saying. നെഹദിയിലുണ്ടാവില്ല നമ്മളെ നെഹദിന്റെ പുറത്ത് കവ നമുക്കിത് ലാസ്റ്റ് കുടിക്കണ റിച്ച് ആൻഡ് ആന്റി ഓക്സിഡന്റ് എന്ത് മൂപ്പറുടെ ബ്രാൻഡ് അത് നൂർ കോണ്ടാക്ട് നമ്പർ എല്ലാം ഉണ്ട്. സ്വർണ്ണത്തിന്റെ വില ഉണ്ടോ? ഒരു കുങ്കുമപ്പൂല് തയ്യ നട്ടമായില്ലേ? എന്താടാ What is this? Zira. Price? Just 200 rupees. ഒരു മല്യാണ്. എന്താ അറിയാ മറ്റേ ഇതെന്താണ്? ഇത് ഓയില് എന്തോ ഇതിലിട്ടാണ്. ഇതെങ്ങനെ ഇതെന്ത് ചെയ്യണ്ടേ മേത്തേക്ക്? ഇത് കഴിക്കാത്രേ. ഇത് കഴിച്ചാൽ നമുക്ക് നല്ല തണ്ടലിനല്ലേ? This much is enough? Yeah, this one is Daily once. Daily. How much? for power. How much? For one? റൂമിട്ട് വന്നേ കേൾക്കുണ്ടോ? അതിനെന്താ ആ ശരി. ഗൈസ്, അപ്പോൾ ഇന്ന് കാശ്മീർ ഡേ 5 ആണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ് ഇന്ന് കാശ്മീർ ഡേ 5 ആണ് പോകാൻ പോകുന്നത് ഡാൽ ലേക്കാണ്. ഡാൽ ലേക്ക് ഷിക്കാര റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടൈം ഏകദേശം ഒരു 9 മണിയായി. അപ്പോൾ ഈ ഷിക്കാര റൈഡ് ശരിക്കും ഇന്നലെ കഴിയേണ്ടതായിരുന്നു. ഇന്നലെ നമ്മൾ നേരം വൈകിയ കാരണം ഇന്ന് കാലത്തേക്ക് ആക്കി. അപ്പോൾ ഷിക്കാര റൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യും. നേരെ ജമ്മു താവി പോവും. നമ്മൾ ജമ്മു താവി എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് ബനിഹാലിലേക്ക് ടോയ് ട്രെയിൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഷിക്കാർ റൈഡ് നടക്കുന്ന സ്ഥലത്ത് പോവാം. ടെൻഷനാക്കില്ല പോവാ ബാക്കിൽ പോവാ. പേടിക്കരുതാ ആസ്മ വീണേ. അല്ല സകല ദൈവങ്ങളെ വിളിച്ചിട്ടാണ് പോവാണോ? സലാം പറഞ്ഞത് നടക്കോളാള്. സലാം പറഞ്ഞു അസ്സലാമലൈക്കും. നോക്കണില്ല ചെങ്ങി. भैया ओके सामान लिया ना सब सामान सब निकालो ना. ഒരു വിരിപ്പെടുക്കാന്നല്ലേ? ഗൈസ്, അപ്പോൾ ജമ്മു വിടാണ്. ജമ്മുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജമ്മു വിടാണ്. അപ്പോൾ നേരെ പോകുന്നത് നമ്മൾ ഒന്ന് ഇറങ്ങിയ സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടോയ് ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ നേരെ ബനിഹാലിക്ക് പോകുന്നത്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഷെയർ ടാക്സി ഉണ്ടോ നോക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ ശ്രീനഗർ എത്തി. ഈ വണ്ടിയിലാണ് നമ്മൾ ശ്രീനഗറിലേക്ക് വന്നത്. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് ചെയ്തത്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കാം. English 1245 മാഷാഅല്ലാ. 350 350 315. ഗൈസ്, അപ്പോൾ ഒരാൾക്ക് ശ്രീനഗറിൽ നിന്ന് ബനിഹാൽക്ക് 45 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് ടിക്കറ്റ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല. സീസൺ ആണെങ്കിൽ ഇവിടെ അടിപൊളിയായിരിക്കും. ഇതാണിപ്പോൾ ശ്രീനഗറിൻ്റെ അവസ്ഥ.
നമ്മളിപ്പോൾ ബനിഹാലി വന്ന് ഇറങ്ങി നേരെ ഷെയർ ടാക്സി വിളിച്ചിട്ട് നമ്മൾ ജമ്മുത്താവിലേക്ക് പോകണം. ജമ്മുത്താവിന്ന് നേരെ ഡൽഹിക്ക് പോകണം. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ ആഗ്രഹം കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ടോയ് ട്രെയിൻ എന്ന് പറയുന്നത്. സീസൺ ടൈമിലൊക്കെ വരാണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. ഇത് വരാണെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഷെയർ ടാക്സി അപ്പം വേണ്ടി നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോവാണ്. നമുക്ക് ബനിഹാലിന് ജമ്മുത്താവിക്ക് ചെറിയ റേറ്റിന് ഒരു ട്രാവലർ കിട്ടി. പെർ ഹെഡ് 300 അവർ പറഞ്ഞത്. ഏകദേശം അവിടെ ഒരു 3 മണിക്കൂറുണ്ട്. എന്തായാലും ജമ്മുത്താവി എത്തിയിട്ട് കാണാം. ബൈ. ഓക്കെ സൽമാൻ എങ്ങനെയുണ്ടായി? വളരെ കാര്യം പോട്ടെ, വണ്ടറിൽ റൈഡ് എടാ ഇയാളെന്താ കാട്ടുന്നത്? വളവില് സാധാരണ വണ്ടികൾ വളവില് ബ്രേക്ക് പൊട്ടിയാണ്. ഇയാള് ബ്രേക്ക് പൊട്ടണ്ട കുഴപ്പമില്ല. എന്നാ ആക്സിഡന്റ് ഒന്നും കാലെടുക്കുക അതില്ലേ? ഇയാളെ പറ്റുന്ന ആക്സിഡന്റ് കൊടുക്കണം. ഫൈനലി നമ്മൾ ജമ്മുത്താവി എത്തി. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മ ഇവിടെ നിന്ന് പോകുന്നത് ആഗ്രയ്ക്കാണ് പോകുന്നത്. ആഗ്ര താജ്മഹൽ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ആദ്യം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാന്ന് വെച്ചു. ഇവിടെ നല്ല രീതിയിൽ റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്.